ചേച്ചിയുടെ വ്ളോഗിൽ കൂടെ ഉണ്ടായിരുന്ന ആ ചെക്കനേതാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഇത് നൈറ്റ് സമയം എത്രയാ? സമയം 9:30. ഞങ്ങളിവിടെ തൃപ്പൂണിത്തറ പൂർണ്ണത്രേശന്റെ അമ്പലത്തില് എന്താ പരിപാടി? ഉത്സവം, വൃശ്ചികോത്സവം. അപ്പൊ അത് കാണാൻ പോവാണ്. എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇതെന്റെ ആരാടാ? അനിയൻ. ശരി, അപ്പൊ ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത് ഗൈസ്. അയ്യോ, മഴ ചാടുന്നുണ്ട്. കിട്ടൂ ഹെൽമെറ്റ് കാണും. മഴ വരുന്ന പോലെ എനിക്ക് മഴ പെയ്ത ഇഷ്ടം. അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. ഹായ്, ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ വിളിച്ചാ വന്നു. 25-ാം തീയതി പരിപാടിയാണ്. 25-ാം തീയതിയാണ് ഗംഭീര പരിപാടി ഉള്ളത്. ഇത് നിന്റെ ആദ്യത്തെ തവണ ഇങ്ങോട്ട് വരുന്നത്? ഈ അമ്പലത്തിലേക്ക് എന്നെ ഫസ്റ്റ് ടൈം. സുരഭിയോടൊപ്പം ക്യാമറാമാൻ ജിതേൻ കൃഷ്ണ. നമ്മുടെ അവിടുത്തെ പൂരങ്ങളൊക്കെ പോലെ തന്നെ ഉണ്ടോ? ഇവിടെ 6 ദിവസം 7 ദിവസം നീണ്ട പരിപാടി അല്ലേ നമ്മുടെ അവിടെ? നല്ല തിരക്കാണല്ലോ. ഒടുക്കത്തെ തിരക്കാണ്. ശരി ഫോൺ നമ്മൾ വ്ളോഗ് എടുക്കണതിന്റെ ഇടയിൽ ആരെങ്കിലും ഫോണ് പെട്ടെന്ന് പറിച്ചോണ്ടങ്ങ് പോയി. സൂപ്പർ ആയിരിക്കൂലേ? നിനക്ക് എന്തെങ്കിലും കഴിക്കണോ? വന്നിട്ടല്ലേ ഉള്ളൂ, അമ്പലത്തിനുള്ളിൽ കേട്ടാൽ ചോദിച്ചതാണ്. Wow guys, this is very nice. നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. ഹലോ, ഇവിടെ നല്ല സൂപ്പറാണ് ഗൈസ്. ഇതായിരുന്നെങ്കിൽ ഇപ്പോൾ പോപ്കോൺ ആണെന്ന് പറയും. പോപ്കോൺ മേടിച്ച് തരുമെന്ന് അറിയാം. എനിക്കിഷ്ടം കാരമൽ പോപ്കോണാണ്. അതെനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ലടാ, ഷുഗർ കാരണം. ഷുഗർ കഴിക്കണ്ട പറഞ്ഞു. ഷുഗർ ഇല്ല, പിമ്പിളിന്റെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗർ കുറയ്ക്കാൻ. എവിടെയാണ്? അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല ഗൈസ്. തിരക്ക് കാരണം അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ഒടുക്കത്തെ തിരക്കാണ്. ഇനി നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടാണോ പോലെ? ഭയങ്കര വോയിസ് അല്ലേ, സൗണ്ട് അല്ലേ? പിന്നെ എന്റെ മുഖം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഇടണം വീഡിയോ. ഉള്ളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇല്ല. അയ്യോ, അത് പോയി. എൻ്റെ ഫോൺ ഐഫോൺ ആയതുകൊണ്ട് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഞാനിപ്പോൾ ഇവൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവിടെ ഭയങ്കര വോയിസ് ആണ്. ഭാവിയിലെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഇൻഫ്ലുവൻസർ ഒന്നും പറയില്ലേ, യൂട്യൂബർ. എന്തിനെല്ലാം കട്ട് ചെയ്യുന്നത് ഭാവിയിലെ യൂട്യൂബറാണ് ഞാൻ. ലോളത്തം കഴിഞ്ഞിട്ട് നടക്കാൻ നടക്കുന്നത്. ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാന്ന് വെച്ചാൽ എന്താ പറയാ, വഴിന്ന് കിട്ടിയൊരു അനിയനാന്ന് പറയാ. വഴി കിട്ടിയതല്ല, അതിന്റെ ചേച്ചിയാണ്. എങ്ങനെ ഏത് വഹയ്ക്ക്? കസിന്റെ വല്യമ്മയുടെ മോളാണ്. എന്നുവെച്ചാ എന്റെ അമ്മേന്റെ ചേച്ചിയുടെ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഇവൻ. ഇവന്റെ പേരെന്താ? എന്റെ പേര് ജിതിൻ കൃഷ്ണ. എല്ലാരും ഇപ്പൊ ഞാൻ സപ്പോസ് ഫേമസ് ആയി കഴിഞ്ഞാല് എല്ലാരും ചോദിക്കും ചേച്ചിയുടെ വ്ളോഗിൽ കൂടെ ഉണ്ടായിരുന്ന ആ ചെക്കൻ ഏതാണ്, നല്ല ലുക്കുള്ള ചെക്കനെ. ടെക്നോളജി കൂടി ചെക്കന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി തരും. I'm not interested in any of these things, guys. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടാണ് വന്നത്. We are not even hungry. ആ ഗൈസ്, ഇത് കൊച്ചിയിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ബൺ മസ്കയും ഇറാനി ചായയും. ചായക്ക് ഭയങ്കര മധുരം, ഭയങ്കര പഞ്ചാരങ്ങൾ വെച്ച് ഭയങ്കര പഞ്ചാരം. ബട്ടറാണോ? മസ്കയല്ലേ? ചായ മധുരം ഉണ്ടാവുക. ഗായ്സ്, ഇവൾക്ക് അറിയില്ല, ഇവള് വെറുതെ തിന്നത്. ശരിക്കും മുക്കിയിട്ടാണ് തിന്നേണ്ടത്. കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ എന്താ കഴിച്ചത്? നമ്മള് ബൺ മസ്കയും ഇറാനി ചായയും കുടിച്ചു. പൊരി മേടിക്കണോ വീട്ടിക്ക്? ഇത് ആരാള്? രാമവർമ്മന്റെ സ്റ്റാച്ചു ആണ്. 1940 ആരോ പണിതതാണ്. നാഗപ്പ പണിതതാണ്. പൊരി മേടിച്ചല്ലോ, പൊരി മേടിക്കാൻ പോവാ. ഗൈസ്, പൊരി ഫോർ മൈ ഹസ്ബൻഡ്. വേറെന്തേലും വാങ്ങണോ? അലുവ മേടിക്കാം. അലുവ തിന്നത്തില്ല. അലുവ വേണ്ട. കുറുക്കും ആരും തിന്നില്ല, ആകെ പൊരി മാത്രമേ തിന്നത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. I hope you guys enjoyed this vlog also. If you guys enjoyed my vlog, do like, share and subscribe to my channel. Bye.